കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 8 ഞായറാഴ്ച ജാഗ്രതാ ദിനമായി ആചരിച്ചു. പുതിയ ESI വിജ്ഞാപനത്തിലുള്ള ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുന്ന വില്ലേജുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ആവശ്യപ്പെട്ടു. ജാഗ്രതാ ദിനത്തിന്റെ തലശ്ശേരി അതിരൂപത തല ഉദ്ഘാടനം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ നിർവഹിച്ചു. കർഷകർക്ക് വേണ്ടി ധീരനിലപാടുകൾ എടുക്കുന്ന ഫാദർ ഫിലിപ്പ് കവിയിലിനെ കരഘോഷത്തോടെയാണ് ഇടവക ജനങ്ങൾ സ്വീകരിച്ചത്. തുടർന്ന് ഫാദർ ഫിലിപ്പ് കവിയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർഷക വിരുദ്ധമായ സർക്കാരിന്റെ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്നും അന്നം തരുന്ന കർഷകന് നീതി ഉറപ്പാക്കാൻ അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിൽ സർക്കാർ സത്വര ശ്രദ്ധ പതിപ്പിക്കണം. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കി വേണം പരിസ്ഥിതി ലോല വില്ലേജുകൾ നിർണ്ണയിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് റിപ്പോർട്ട് കൊടുക്കുവാൻ. അതിനുവേണ്ട റിപ്പോർട്ടുകൾ ഏറ്റവും ക്രിയാത്മകമായിട്ട് ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് കൃത്യമായി കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കേരളത്തിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിലും സത്വരമായ നടപടികൾ സ്വീകരിക്കണം. ആ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുകയും പുതിയ അണക്കെട്ട് നിർമ്മിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഒരു സ്വരത്തോടെ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് കരിന്തളത്തിലേക്കുള്ള 400 kV വയനാട് മേഖലയിലേക്കുള്ള 400 kV ലൈൻ വലിക്കുന്നവർക്ക്, ആ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള കർഷകർക്ക്, ഭൂ ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സമുദായ സ്നേഹത്തിന്റെ മാതൃക നൽകാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഫാദർ ഷെറിൻ പ്രവർത്തുമലയിൽ, സാജു പടിഞ്ഞാറേറ്റ്, തോമാപുരം ഫൊറോന പ്രസിഡന്റ് ബെന്നി മധു ഇലവുങ്കൽ, കല്ലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഷെകേന ന്യൂസ്, കണ്ണൂർ.